ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന്റെ മറുപടിയായിട്ട് പാകിസ്ഥാൻ 2025 മെയ് മാസം 6-7 രാത്രികളിൽ ഉറി ജലവൈദ്യുത നിലയം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് തകർത്തതിന്റെ വിവരങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തുവരികയാണ്. 19 സൈനികരുടെ ചെറുത്തുനിൽപ്പിൽ പാക് സൈനിക നീക്കം തകർന്നടിഞ്ഞതും അന്നത്തെ കനത്ത ഷെല്ലാക്രമണവും മാത്രമല്ല ഡ്രോണുകളെ തവിടുപൊടിയാക്കിയതും ഒക്കെ CSFന്റെ വിജയഗാഥയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ വിജയഗാഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ആക്രമണത്തിൽ ആ നിലയത്തിന് കേടുപാടുകളൊന്നും ഇല്ല എന്നാണ് CISF കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുന്നത്. അപ്പോൾ ഈ ധീരമായിട്ടുള്ള പ്രതിരോധത്തിൽ പങ്കെടുത്ത 19 CISF ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ പുരസ്കാരം അടക്കം നൽകുകയും അവരെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് കനത്ത ഷെല്ലാക്രമണം നടത്തിയത്. അപ്പൊ നമുക്കറിയാമല്ലോ, ഇവിടെ ഈ ലോക്കലിൽ നിന്ന് ഏകദേശം കിലോമീറ്ററുകൾ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന NHPC ഇൻസ്റ്റലേഷനുകളിലെ CISF യൂണിറ്റുകൾ ഈ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ മുൻനിരയിലായിരുന്നു. കനത്ത വെടിവെപ്പിനിടയിലും കമാൻഡർ രവി യാദവിന്റെയും ഡെപ്യൂട്ടി കമാൻഡന്റെയും നേതൃത്വത്തിലുള്ള CISF സംഘം ഈ നിലയങ്ങളിലെയും ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളെയും ഒക്കെ സംരക്ഷിക്കുവാൻ വളരെ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. സംഘർഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടങ്ങളിൽ CISF സൈനികർ നിലയങ്ങളെ ലക്ഷ്യമിട്ട ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുകയും ആയുധങ്ങൾ വേഗത്തിൽ പുനർവിതരണം ചെയ്ത് ആയുധശേഖരം സുരക്ഷിതമാക്കുകയും സാധാരണക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു. CISF ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ വെച്ച് ഈ ഉറി ജലവൈദ്യുത പദ്ധതികൾ അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 19 ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ ഡിസ്ക് അടക്കം സമ്മാനിച്ചു. അപ്പോൾ നിർണായക ദേശീയ ആസ്തികളുടെയും സമീപവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ CISF ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും ധീരമായിട്ടുള്ള ഇടപെടലുകളും നിർണായകമാകും. ഇതോടുകൂടിയാണ് ആക്രമണം തകർത്ത വിവരം പുറത്തറിയുന്നത് തന്നെ. 2025 മെയ് മാസം 6-7 രാത്രികൾ ഉണ്ടായ ഈ സംഭവം CISF ഉദ്യോഗസ്ഥരുടെ ധീരത വിളിച്ചോതുന്നതായിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഈ അതീവ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ കടുത്ത അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണവും ഡ്രോൺ ഭീഷണിയും ഉണ്ടായിട്ടും സൈനികർ ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വെടിയൊച്ചകൾക്കിടയിലും 250ഓളം വരുന്ന സാധാരണക്കാരെ സുരക്ഷിതമായിട്ട് ഒഴിപ്പിക്കുവാനും അവർക്ക് സാധിച്ചു. അപ്പോൾ ഈ ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് 19 CISF ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ഇന്ത്യൻ സൈന്യം പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സാധാരണക്കാരെയും തന്ത്രപ്രധാനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയൊക്കെ ലക്ഷ്യമിട്ട് ഷെല്ലാക്രമണം നടത്തി. നിയന്ത്രണ രേഖയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഉറി ജലവൈദ്യുത പദ്ധതികളായിരുന്നു ഇവരുടെ ലക്ഷ്യം, ഈ ആക്രമണത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പോൾ NHPC ഇൻസ്റ്റലേഷനുകൾ വിന്യസിക്കുന്ന അവിടുത്തെ CISF യൂണിറ്റുകൾ, കോംപ്ലക്സുകളെ സജീവമായിട്ട് ലക്ഷ്യമിട്ടെത്തിയ ശത്രു ഡ്രോണുകളെ ഫലപ്രദമായിട്ട് നേരിട്ട് അവർ അതിനെ നിർവീര്യമാക്കുകയാണ് ചെയ്തത്. പദ്ധതികൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാതെ സംരക്ഷിക്കുന്നതിനായിട്ട് ആയുധപ്പുരകളിലെ ആയുധങ്ങൾ നശിക്കപ്പെടാതിരിക്കുവാൻ ചിതറിച്ച് വിതരണം ചെയ്യുകയും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ദ്രുതഗതിയിലുള്ള സംരക്ഷണ നടപടികളാണ് സേനാംഗങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളത്. അപ്പോൾ ഈ പ്രതിരോധ നടപടികളിലൂടെ പ്രതിസന്ധി ഘട്ടത്തിലും നിർണായക ഊർജ പദ്ധതികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ദേശീയ ആസ്തികൾക്ക് കാവൽ നിൽക്കുന്നതിനൊപ്പം കടുത്ത ഷെല്ലാക്രമണത്തിനിടയിലും വലിയൊരു മാനുഷിക ദൗത്യം CISF സംഘം ഏറ്റെടുത്തിരിക്കുകയാണ്. വെടിവെച്ചകൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് വളരെ അടുത്തായി പതിച്ചപ്പോഴും വീടാന്തരം കയറിയിറങ്ങി 250ഓളം വരുന്ന സാധാരണക്കാരെ സുരക്ഷിതമായിട്ട് ഒഴിപ്പിക്കുവാൻ ആ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഉറി ജലവൈദ്യുത നിലയം എന്നത് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ ഝലം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ ഇതിന് 480 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ളതാണ്. കൂടാതെ ഇത് 1997 കമ്മീഷൻ ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് കമ്പനി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഉറി ജലവൈദ്യുത പദ്ധതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പാകിസ്ഥാന്റെ ആക്രമണത്തെ നിർവീര്യമാക്കുവാൻ നമ്മുടെ വെറും 19 സൈനികർ മാത്രം മതിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനെങ്കിലും പാകിസ്ഥാൻ ശ്രമിക്കുക. നിങ്ങൾ തൊടുത്തുവിടുന്ന ഡ്രോണുകളും നിങ്ങൾ തൊടുത്തുവിടുന്ന മിസൈലുകളും അതിനെ നിർവീര്യമാക്കാൻ ഈ ഇന്ത്യയുടെ 19 CISF ജവാന്മാർ മാത്രം മതി എന്നുള്ളത് തിരിച്ചറിയുവാനെങ്കിലും പാകിസ്ഥാനെ പോലുള്ള അല്ലെങ്കിൽ അസീം മുനീറിനെ പോലുള്ള പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ അസീം മുനീറും അസീം മുനീറിന്റെ പാക് പടയും ഇല്ലാതാവുകയും
അസീം മുനീറിന്റെ പാകിസ്ഥാനിൽ തന്നെ അതിർത്തിയിൽ തന്നെ കയറി വെടിവെച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇന്ത്യൻ സേനയോടുള്ള നിങ്ങളുടെ ഈ കടന്നുകയറ്റവും ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കലുമൊക്കെ മാറ്റിവെക്കുക. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തോട് കുറച്ചുകൂടി കിടപിടിക്കുവാൻ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു പൊരുതാനായി ഇറങ്ങാവൂ.